ഹായ് ഫ്രണ്ട്സ്, പവിത്രം സീരിയലിൻ്റെ 29ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിക്രമിന് അവിടുത്തെ സെർവൻറ്റ് ഷീല ചായ കൊണ്ടു കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അവർ പറയുന്നുണ്ട്, ഞാൻ ഹിന്ദിക്കാരിയാണ്, പക്ഷേ അമ്മ കണ്ണൂർക്കാരിയാണ്, അച്ഛനാണ് ഹിന്ദിക്കാരൻ, എന്നാലും എനിക്ക് മലയാളം കുറച്ചൊക്കെ അറിയാം, എന്നാലും എൻ്റെ സംസാരത്തിൽ ഇടയ്ക്കൊക്കെ ഹിന്ദി ഇങ്ങനെ കടന്നു വരും. നിങ്ങൾക്ക് ഹിന്ദി അറിയോ എന്ന് ചോദിക്കുമ്പോൾ വിക്രം പറയുന്നുണ്ട്, ഇല്ല, എനിക്ക് ഹിന്ദി അറിയില്ല. അത് സാരില്ല, എനിക്ക് മലയാളം അറിയാമല്ലോ, നമ്മളൊരു വീട്ടിലാവുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കേണ്ടി വരുമല്ലോ എന്നൊക്കെ ഷീല ഇങ്ങനെ വിക്രമിൻ്റെ അടുത്ത് പറയാണ്. അങ്ങനെ വിക്രമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഗൗരിമോള് ഒരു മെസ്സേജ് കാണാൻ കേട്ടോ ഷീല. എന്നിട്ട് പറയുന്നുണ്ട്, മോളുടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, മോൾക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, അത് സാറ് ഉണ്ടാക്കി കൊടുത്തതാ, 1K സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ട്. ആണോ, എങ്കിൽ ഞാനൊന്ന് കാണട്ടെ വീഡിയോസൊക്കെ എന്ന് പറഞ്ഞിട്ട് അവരുടെ ഫോൺ വാങ്ങി വിക്രം വീഡിയോസ് കാണുകയാണ്. എന്നിട്ട് ആ വീഡിയോസിൽ ഗൗരിമോൾ ഇങ്ങനെ പറയുന്നുണ്ട്, അതെ, നമുക്ക് തരുന്ന പൊടികളും മറ്റും സെർവൻറ്റ് എങ്ങനെ കട്ട് തിന്നാം എന്നത് കണ്ടുപിടിക്കാനുള്ള ഒരു വിദ്യയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അങ്ങനെയാണ് കേട്ടോ ഗൗരിമോൾ വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം കാണിക്കുന്നത് ഷീല ഇങ്ങനെ ഹോർലിക്സ് കട്ട് തിന്നുന്നതൊക്കെ ഗൗരിമോൾ കാണാതെ എടുക്കുന്ന ആ ഒരു സീനുകളൊക്കെയാണ്. ആ ഒരു സമയത്ത് ഷീലയ്ക്ക് പെട്ടെന്ന് ചമ്മലും നാണക്കേടും ഒക്കെ തോന്നുകയാണ് കേട്ടോ. വിക്രമാണെന്നുണ്ടെങ്കിലോ പെരും ചിരി, മോള് ആൾ കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞിട്ട്. പെട്ടെന്ന് ഷീല ആ ഫോൺ വാങ്ങിച്ചിട്ട് വിക്രമിൻ്റെ അടുത്ത് പറയുകയാണ്, അതെ, ഗൗരിമോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ തമാശകളൊക്കെ കാണിക്കാറുണ്ട് കേട്ടോ. എന്നിട്ട് അവിടുന്ന് പോരുന്ന സമയത്ത് വിക്രം ഇങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണേ. അതിനുശേഷം പിന്നെ ഷീല വേഗം മോളുടെ അടുത്ത് വന്നിട്ട് പറയും, മോളെ ആ വീഡിയോസ് അപ്ലോഡ് ചെയ്തോ? ഇല്ല, അച്ഛൻ്റെ അടുത്ത് അപ്ലോഡ് ചെയ്യാൻ പറയണം. സോറി മോളെ, ആ വീഡിയോസ് അപ്ലോഡ് ചെയ്യരുത് എന്ന് പറയുമ്പോൾ ഗൗരിമോൾ ചോദിക്കും, പിന്നെ എന്തിനാണ് അച്ഛമ്മയോട് ഞാനാണ് ഹോർലിക്സ് കട്ട് തന്നത് എന്ന് പറഞ്ഞത്? അത് പിന്നെ അറിയാതെ പറ്റിപ്പോയതാണ് മോളെ, ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല, മോള് ആ വീഡിയോസ് അപ്ലോഡ് ചെയ്യരുത്, മോളെ കാല് പിടിക്കാം എന്ന് പറയുമ്പോൾ, അങ്ങനെയാണെങ്കിലേ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ആൻറ്റി അംഗീകരിക്കണം, മോള് പറയുന്ന എന്ത് കാര്യവും ഈ ഷീലാൻറ്റി അനുസരിക്കാം എന്ന് പറയുമ്പോൾ പറയും, അങ്ങനെയാണെങ്കിൽ ഇനി മുതൽ എനിക്ക് പാല് തരണ്ട, പാലിൽ പൊടിയും കലക്കി തരണ്ട. അയ്യോ, അതെങ്ങനെ ശരിയാവും? അത് പാല് ഷീലാൻറ്റി കുടിച്ചോ? അത് ശരിയാവില്ലല്ലോ. അത് സാറില്ല, ഞാൻ കുടിച്ചെന്ന് അച്ഛമ്മയുടെ അടുത്തും അച്ഛൻ്റെ അടുത്തൊക്കെ കള്ളം പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഞാൻ ആ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യും. ശരി, അങ്ങനെ ചെയ്തോളാം എന്ന് ഷീലയും സമ്മതിക്കുകയാണേ. അതിനുശേഷം തരുണ് റെഡിയായി വന്നിട്ട് മോളെ വിളിക്കാൻ കേട്ടോ, മോളെ വായോ എന്ന് പറഞ്ഞിട്ട്. അപ്പം മോള് പറയും, ബാഗ് എടുക്കണ്ടേ? ബാഗ് അയാൾ എടുക്കട്ടെ, ബോഡി ഗാർഡ്. ബാഗ് ഞാൻ എടുത്താൽ പോരെ മോളെ? വേണ്ട, അത് വേണ്ട, എനിക്ക് ബോഡി ഗാർഡിനെ ഒന്ന് കാണണോ? എന്തിന്? ഇൻ്റർവ്യൂ ചെയ്യാൻ. അച്ഛൻ പോയിട്ട് അയാളോട് ഇങ്ങോട്ട് വരാൻ പറ, അപ്പോഴേക്കും എനിക്ക് കുറച്ച് ചോദ്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കാനുണ്ട്, ഞാനതൊക്കെ റെഡിയാക്കട്ടെ എന്നും പറഞ്ഞിട്ട് മോള് അകത്തേക്ക് വരികയാണ്. അങ്ങനെ മോള് റൂമിൽ പെട്ടെന്ന് തന്നെ ചെന്നിട്ട് ടിന്നിലുള്ള ആ ഗോലികളൊക്കെ താഴെ ഇങ്ങനെ വിതച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ പിന്നെ അവൾ കട്ടിൽ കയറി ഇരുന്നിട്ട് വിക്രം വാതിൽ തുറന്ന് വരുന്നതും അതിൽ ചവിട്ടി വീഴുന്നതൊക്കെ അവളിങ്ങനെ മനസ്സിൽ ഓർത്ത് ചിരിക്കുകയാണ്. തരുണപ്പോഴേക്കും വിക്രമിൻ്റെ അടുത്ത് ചെന്നിട്ട്, അതെ, മോൾക്ക് തന്നെ ഒന്ന് കാണണമെന്ന് പറയുന്നുണ്ട്, എനിക്ക് പോവാൻ സമയമായി, ഞാൻ എന്തായാലും പോവാണ്, നീ മോളുടെ കാര്യങ്ങളൊക്കെ ശരിക്കും ശ്രദ്ധിക്കണം, അവളെന്തെങ്കിലും കുറുമ്പൊക്കെ കാണിക്കും, അതൊക്കെ ശ്രദ്ധിച്ചോളണേ എന്നൊക്കെ പറഞ്ഞിട്ട് തരുണ് വിക്രമിനെ ഏൽപ്പിച്ച് പോവാണ്. അങ്ങനെ വിക്രം അകത്തേക്ക് വന്നിട്ട് ഷീലയോട് ചോദിക്കുന്നുണ്ട്, മോളുടെ റൂം ഏതാണ്? അങ്ങനെ ഷീല റൂമൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഞാൻ വരണോ? വേണ്ട, ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഗൗരിമോളുടെ റൂമിൻ്റെ അടുത്ത് ചെന്നിട്ട് ഡോറിന് ഇങ്ങനെ മുട്ടുകയാണേ. അന്നേരം ഗൗരിമോൾ ചോദിക്കും, ആരാ? ഞാൻ മാലാക. ഏത് മാലാക? കുഞ്ഞു മാലാക. അങ്ങനെ ഗൗരിമോൾ ഇങ്ങനെ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനനുസരിച്ചും വിക്രം ഇങ്ങനെ കുഞ്ഞു കുട്ടികളെ കളിപ്പിക്കുന്ന പോലെ ആ ഒരു പാട്ടൊക്കെ പാടുന്ന അതുപോലുള്ള ഓരോ ഗൗരിമോൾ ചോദിക്കുന്ന ചോദ്യത്തിനനുസരിച്ചുള്ള ഉത്തരങ്ങൾ ഇങ്ങനെ വിക്രം പറഞ്ഞുകൊണ്ടിരിക്കുക. ആ സമയത്ത് ഗൗരിമോൾക്ക് ചെറിയൊരു ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങുന്നുണ്ട്, എന്നാലും ഗൗരിമോൾ അതൊന്നും കാണിക്കാതെ ഇരിക്കുകയാണ്. അങ്ങനെ എന്നിട്ട് വിക്രം ചോദിക്കുന്നുണ്ട്, മേ ഐ കമിൻ? യെസ്, കമിൻ എന്ന് പറഞ്ഞ് വിക്രം ഇങ്ങനെ അകത്തേക്ക് കയറി വരുമ്പോൾ വിക്രം കാണുന്നുണ്ട് കേട്ടോ, ഗോലിയൊക്കെ ഇങ്ങനെ നിരത്തിയിട്ടിട്ടുണ്ട്. അന്നേരം വിക്രമിന് മനസ്സിലാവുന്നുണ്ട് ഇത് തന്നെ വീഴ്ത്താൻ വേണ്ടിയിട്ട് ഗൗരിമോൾ ഒപ്പിച്ച പണിയാണെന്നൊക്കെ മനസ്സിലാകുന്നുണ്ട്. എന്നിട്ട് ഗൗരിമോൾ ഇങ്ങനെ പറയുന്നുണ്ട്, സ്റ്റെപ്പ് വഴി വരണം, അതും സ്ട്രെയിറ്റ് ആയിട്ട് പോകണം എന്നൊക്കെ പറയുമ്പോൾ വിക്രം മോള് പറഞ്ഞ അതുപോലെ ഇങ്ങനെ വരികയാണ്. ആ ഒരു സമയത്ത് വിക്രം ആകെ നിരങ്ങി വീഴാൻ വേണ്ടിയിട്ട് പോവുകയാണ്. മോള് പ്രതീക്ഷിച്ച പോലെ ഒന്നും വിക്രം വീണില്ല, എന്നാലും ആ ചുമരിൽ ചെന്ന് ഇടിച്ച് ചുമരിൽ ചെന്ന് പിടിക്കുകയാണ് വിക്രം. എന്നിട്ട് വിക്രം പറയുന്നുണ്ട്, അയ്യോ, ഞാനിപ്പോൾ വീണേനെ എന്ന് പറയുമ്പോൾ ഗൗരിമോൾക്ക് ചിരിയൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഗൗരിമോൾ ചിരിക്കാതെ ഇങ്ങനെ അടക്കി പിടിച്ചിരിക്കുകയാണ്.
ആ സമയത്ത് ഗൗരിമോൾ ചോദിക്കുന്നുണ്ട്, ഈ കോട്ടിയൊക്കെ പെറുക്കാൻ എന്നെ ഒന്ന് സഹായിക്കാമോ? സഹായിക്കാമല്ലോ. അങ്ങനെ രണ്ടുപേരും ഇങ്ങനെ മുട്ടുകുത്തിയിരുന്ന് അതൊക്കെ പെറുക്കുകയാണ്. ആ സമയത്ത് വിക്രം പറയുന്നുണ്ട്, എന്നാലും ആരായിരിക്കും ഇത് ഇവിടെ കൊണ്ടുവച്ചത്? അതൊക്കെ ഞാൻ കണ്ടുപിടിച്ചോളാം, വേഗം തന്നെ ഇതൊക്കെ പെറുക്കി വെക്കുക എന്ന് പറയുമ്പോൾ വിക്രം അതൊക്കെ ഇങ്ങനെ പെറുക്കുന്നതിൻ്റെ ഇടയിൽ അമ്മ വന്ന് വിളിക്കും. എന്നിട്ട് പറയും, മോളെ വണ്ടി വന്ന് ഹോണടിക്കുന്നത് കേട്ടില്ലേ? അന്നേരം വിക്രം പറയാണ്, ദേ വണ്ടി വന്നു, വേഗം നടക്ക്, എങ്കിൽ താനാ ബാഗ് എടുത്തോളൂ. അങ്ങനെ വിക്രം ബാഗ് എടുത്ത് മുന്നിൽ നടക്കുമ്പോൾ പറയും, ആദ്യം ഞാൻ മുന്നിൽ നടക്കും, ബോഡി ഗാർഡ് എൻ്റെ പിറകെ നടന്നാൽ മതി, അപ്പോഴല്ലേ എന്നെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയാൽ അറിയാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ, മോള് മിടുക്കിയാണല്ലോ എന്ന് വിക്രം പറയുകയാണേ. ഞാൻ പിറകെ നടന്നോളാം, മോള് മുന്നിൽ നടക്ക് എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ ആദ്യമായിട്ട് അമ്മ വിക്രത്തിനെ കാണുന്നത്. എന്നിട്ട് ചോദിക്കും, ആഹാ, ഇയാൾ ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നോ? അങ്ങനെ മോള് അച്ഛമ്മയുടെ അടുത്ത് വന്നിട്ട് പറയും, അച്ഛമ്മ ഞാൻ പോവാണേ എന്നൊക്കെ പറഞ്ഞ് അച്ഛമ്മയ്ക്ക് ടാറ്റൊക്കെ കൊടുത്ത് ബസ്സിൽ കയറി പോവാണേ. പെട്ടെന്ന് തന്നെ വിക്രം ബസ്സിൻ്റെ പുറകെ ഇങ്ങനെ വിക്രത്തിൻ്റെ വണ്ടി എടുത്ത് ഫോളോ ചെയ്യാണ്. അങ്ങനെ സ്കൂളിലെത്തുന്ന സമയത്ത് ഗൗരിമോള് ബസ്സിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോൾ വിക്രത്തിനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടാണ് ഗൗരിമോൾ ഇറങ്ങി പോകുന്നത്. അങ്ങനെ ഗൗരിമോൾ അകത്തേക്ക് പോയതിന് ശേഷം വിക്രം ഇങ്ങനെ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ സമയത്ത് തരുൺ വിളിക്കുന്നുണ്ട്. എന്നിട്ട് തരുൺ ചോദിക്കുന്നുണ്ട്, താൻ സ്കൂളിലെത്തിയോ? അതെ സർ, ഞാൻ സ്കൂളിലാണ്. എന്നിട്ട് തരുൺ പറയുന്നുണ്ട്, ഞാൻ പ്രിൻസിപ്പളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് മോളെ ഇങ്ങനെ നോക്കാൻ ഒരു ബോഡി ഗാർഡ് വരുന്ന കാര്യമൊക്കെ, താൻ പ്രിൻസിപ്പളിനെ പോയി കാണണം, എന്നിട്ട് മോളെ കാര്യങ്ങളൊക്കെ നന്നായി ശ്രദ്ധിക്കണം എന്നൊക്കെ വിക്രമിനെ പറഞ്ഞ് ഏൽപ്പിക്കുകയാണ്. ശരി സാർ പറഞ്ഞതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞാനതുപോലെയൊക്കെ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കോള് കട്ട് ചെയ്യാണ് വിക്രം. പിന്നെ കാണിക്കുന്നത് ടീച്ചർ ഇങ്ങനെ ഗൗരിമോൾക്കൊക്കെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഗൗരിമോൾ അതിലൊന്നും ശ്രദ്ധിക്കാതെ ഇടയ്ക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നേരെ വിക്രമിനെ കാണുന്നുണ്ട്. വീണ്ടും ഇങ്ങനെ ക്ലാസ്സിൽ ശ്രദ്ധിക്കും, വീണ്ടും വിക്രത്തിനെ തന്നെ ശ്രദ്ധിക്കുകയാണ്. ആ സമയത്ത് ടീച്ചർ ചോദിക്കുന്നുണ്ട്, ഗൗരിമോൾക്ക് എന്താ അവിടെ പണി? ഒന്നുമില്ല. അത് വിക്രം പുറത്തു നിന്ന് കേൾക്കുന്നുണ്ട്. അങ്ങനെ വിക്രം അവിടെ നിന്ന് മാറുകയാണ്. പെട്ടെന്ന് ഗൗരിമോൾ തിരിഞ്ഞു നോക്കുമ്പോൾ വിക്രത്തിനെ അവിടെ കാണുന്നുണ്ടായിരിക്കില്ല. പിന്നീട് വിക്രം പ്രിൻസിപ്പളിനെ ചെന്ന് കാണുന്നുണ്ട്. എന്നിട്ട് പ്രിൻസിപ്പൾ പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു പതിവ് ഇവിടെ ഉള്ളതല്ല, മോൾക്ക് ഒരു ബോഡി ഗാർഡിനെ സ്കൂളിൽ വെക്കുക എന്നൊക്കെ പറയുന്നത്. പിന്നെ തരുൺ സാർ അത്രയും നിർബന്ധിച്ചതുകൊണ്ടാണ്, പിന്നെ മോളുടെ സുരക്ഷയും ഓർത്തിട്ടാണ് ഇങ്ങനെ ഒരു കാര്യത്തിന് ഞങ്ങൾ സമ്മതിച്ചത്. മോൾക്ക് മുന്നേ ഇങ്ങനെ ഒരു അറ്റാക്ക് നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു. ആ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യത്തിന് ഞങ്ങൾ സമ്മതിക്കേണ്ടി വന്നത്. പിന്നെ ഒരു കാര്യം, സ്കൂളിന് വെച്ചിട്ട് ഒരു പ്രശ്നവും ഉണ്ടാവരുത്. ഇവിടെ വെച്ച് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മറ്റു കുട്ടികളെയൊക്കെ ബാധിക്കും. അവരുടെ പേരൻസൊക്കെ പിന്നെ അതൊരു ഇഷ്യൂ ആയി മാറും. അന്നേരം വിക്രം പറയുന്നുണ്ട്, ഇല്ല മാഡം, ഞാൻ ശ്രദ്ധിച്ചോളാം, അങ്ങനെ ഒരു ഇഷ്യൂ ഇവിടെ വെച്ച് ഉണ്ടാവില്ല, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അങ്ങനെ പ്രിൻസിപ്പൾ ഗൗരിമോളുടെ ടീച്ചറെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇതാണ് ഗൗരിമോളുടെ ടീച്ചർ, ഇനി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ടീച്ചറുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ടീച്ചറെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അവിടെയും വിശ്വം തന്നെയാണ് കേട്ടോ വിക്രം പേര് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ വിക്രം അവിടുന്ന് പോയതിന് ശേഷം പ്രിൻസിപ്പൾ ഗൗരിമോളുടെ ടീച്ചറെ അടുത്ത് പറയുന്നുണ്ട്, ദേ അയാളെ ഒന്ന് ശ്രദ്ധിച്ചോളണം. ഞാനെന്തിനാ മേഡം അയാളെ ശ്രദ്ധിക്കണം? അത് ചിലപ്പോൾ ഇയാളൊരു പോലീസ് തന്നെ ആയിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വന്നതാണെങ്കിലോ, ബോഡി ഗാർഡ് എന്നൊക്കെ വെറുതെ പറയുന്ന ഒന്നാണെങ്കിലോ, അതിന് ഇവിടെ എന്താ മേഡം അത്ര അന്വേഷിക്കാൻ പറ്റുന്ന കേസ്? അതൊന്നും എനിക്കറിയില്ല, എന്നാലും താനൊന്ന് ശ്രദ്ധിക്കണം, ഇതിൻ്റെ പിന്നിൽ എന്താണെന്ന് അറിയാൻ എനിക്കൊരു ക്യൂരിയോസിറ്റി, ചിലപ്പം പോലീസ് തന്നെ ആണെങ്കിലോ. ശരി, ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞ് ടീച്ചർ പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് വിക്രം അവിടെ പുറത്ത് നിൽക്കുന്നുണ്ടായി. അങ്ങനെ വിക്രത്തിനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ടീച്ചർ പോവാണ്, ചെറിയൊരു ചിരിയൊക്കെ ചിരിച്ചിട്ട്. എന്നാലും ടീച്ചർക്ക് എന്തോ ചെറിയൊരു സംശയം പോലെയൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ പിന്നെ കാണിക്കുന്നത് വേദ ഇങ്ങനെ ഓഫീസിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തരുണിനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അയാൾ വന്നോ? വന്ന പാടന്നെ മോള് പേരൊക്കെ മാറ്റി. അവൾ കണ്ട കാർട്ടൂണിലെ ചിമ്പുഖാനാണ് വിളിക്കുന്നത്. ചിമ്പുഖാനോ? അതെ, അങ്ങനെയാണ് അവൾ വിളിക്കുന്നത്. അവൾക്ക് അയാൾ ശരിയാവുമെന്ന് തോന്നുന്നില്ല. അതൊന്നും വേണ്ടായിരുന്നു, മോളെ എൻ്റെ കൂടെ തന്നെ നിർത്തിയാൽ മതിയായിരുന്നു എന്ന് പറയുമ്പം തരുൺ പറയുന്നുണ്ട്, അതൊക്കെ ശരിയായിക്കോളും, എന്തായാലും ഞാനിവിടേക്കൊരു മാറ്റത്തിന് ശ്രമിക്കുന്നുണ്ടല്ലോ, അതുവരെയുള്ള ഒരു പ്രശ്നമല്ലേ ഉള്ളൂ. പിന്നീട് കാണിക്കുന്നത് വേദയുടെ ഓഫീസിലേക്ക് മുൻ MLA വരികയാണ്. അങ്ങനെ വേദയെ സ്വാധീനിക്കാനുള്ള ഒരു ശ്രമമൊക്കെ നടത്തുകയാണ്. അന്നേരം അയാളുടെ പ്രലോഭനങ്ങളിലൊന്നും വീഴാതെ വേദ അയാളെ ആക്ഷേപിച്ച് വിടുകയാണ് കേട്ടോ. ആ ഒരു സമയത്ത് അയാൾക്ക് നല്ല ദേഷ്യമൊക്കെ വരുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് വേദ അയാളുടെ അടുത്ത് പറയുന്നുണ്ട്, ഇപ്പം നിലവിലുള്ള MLA പറഞ്ഞിട്ട് ഞാൻ കേൾക്കുന്നില്ല, എന്നിട്ടല്ലേ മുൻ MLA പറയുന്നത് ഞാൻ കേൾക്കുന്നത്. എന്തായാലും വേദ പുതിയൊരു ശത്രുവിനെ ഇവിടെ സൃഷ്ടിച്ചെടുക്കുകയാണ്. അയാൾ ഒരു വെല്ലുവിളിയോട് കൂടിയുള്ള ഒരു നോട്ടൊക്കെ നോക്കിയിട്ടാണ് അവിടുന്ന് വേദയുടെ റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നത്. അതോട് കൂടിയിട്ടാണ് കേട്ടോ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്.